ഇന്നത്തെ ഈ വീഡിയോ ഈ ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് മടുത്ത് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇത്രയും നാളായിട്ട് നിങ്ങൾ ഈ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ എൻ്റെ ഒരുപാട് തിരക്കും കാര്യങ്ങളിൽ എനിക്ക് ഇന്നാണ് ഇതൊന്ന് പോയി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കൂടെ ശ്രീധിനിയും ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇന്ന് ഞങ്ങൾ പോയത് ഗിരിയേട്ടൻ്റെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഗിരിയേട്ടൻ്റെ ദോശനെ പറ്റിയിട്ട് കുറേ കോളേജിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഇത് സ്പെഷ്യലായിട്ട് പറയുന്നത് ദോശ തന്നെയാണ്, പിന്നെ ചിക്കൻ കറിയാണ്. ഞങ്ങൾ പോയ സമയത്ത് ദോശയൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഗിരിയേട്ടൻ ഞങ്ങൾ മടക്കി അയക്കാതെ കയറി ഇരിക്കാൻ പറഞ്ഞോളൂ. അങ്ങനെ നല്ല ചൂടോടെയുള്ള ദോശയും പിന്നെ ഇത് ഈ സ്പെഷ്യൽ ചിക്കൻ കറിയും കൊണ്ടുവച്ച ഉടനെ ആ ഒരു മണം അടിച്ചപ്പോൾ തന്നെ ഞങ്ങളങ്ങ് ഫ്ലാറ്റായി. പിന്നെ ഒരു ദോശ രണ്ട് ദോശയായി, രണ്ട് ദോശ മൂന്ന് ദോശയായി, മൂന്ന് ദോശ നാല് ദോശയായി, പിന്നെ നിർത്താൻ പറ്റാണ്ടായിട്ടോ. സോ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. ചമ്മന്തി ഫ്രീ ആണ് കേട്ടോ. പക്ഷെ ഒടുക്കത്തെ എരിവാണെങ്കിലും ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. രണ്ടും കൂടെ ഇങ്ങനെ ചിക്കൻ കറിയും ചമ്മന്തിയും കൂടെ കൂട്ടി മിക്സാക്കി അങ്ങ് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ ഇതൊരു ഹോംലി ടച്ചായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മാത്രം ടേസ്റ്റ് ഇതിന് ഫീൽ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദോശക്ക് ഈ ഒരു ചിക്കൻ കറിയും ഈ ഒരു ചമ്മന്തിയും പെർഫെക്റ്റ് മാച്ചാണ്. എല്ലാം കൂടി കഴിഞ്ഞ് ഒരു ചൂട് കുലുക്കിയെടുത്തൊരു ബൂസ്റ്റ് കൂടി ആകുമ്പോൾ സംഭവം ഉഷാറായി. സോ ഇനിയും നിങ്ങൾ വൈകിപ്പിക്കേണ്ട, നേരെ വിട്ടോളി നമ്മുടെ ഗിരിയേട്ടൻ്റെ ദോശക്കടയിലേക്ക്.